നമ്മുടെ തറവാട്ടമ്പലത്തിലത്തെ ഒറ്റമ്പാട്ട് മഹോത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മൾ ദീപാരാധനയ്ക്ക് തൊഴാനൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കണ്ണനും അച്ഛനാണ് പോണത്. പിന്നാലെ അമ്മയും അച്ഛനും കൂടിയതേ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ വിഷ്ണുമായുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും കളായിരുന്നു അടുത്തത്. അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു നിൽക്കുകയാണെന്ന് വെച്ചാൽ അത് കണ്ടുകൊണ്ട് തന്നെ അത്രയും ഭംഗിയുണ്ടെന്ന് വെച്ചാൽ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കേട്ടോ അവർ വരയ്ക്കണത്. അപ്പോൾ നമ്മൾ കളൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് സദ്യ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഒരു 8 മണി 8:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് അമ്പലത്തേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കളമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കളമ്പാട്ട് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂജകളൊക്കെയാണ് ഈ നടക്കുന്നത്. ഇങ്ങനെ കളത്തിന് ചുറ്റും ഓടണേനെ പാന ചാടൽ എന്നാണ് കേട്ടോ പറയണത്. നമ്മുടെ വീട്ടിൽ തറവാട്ടിൽ തന്നെ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചാടുന്നത്. അവരെ കൂടെ പിണ്ടിയും പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് അവർ ചുറ്റിനും ഈ കളത്തിന് ചുറ്റിനും ഇങ്ങനെ ഓടണത്. അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും കളത്തിന് ചുറ്റാണ് കേട്ടോ ഇങ്ങനെ ഓടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല പാട്ടും ഉണ്ടാവും. ആ പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ചിട്ടാണ് ഇവർ ഓടണത്. അപ്പോൾ അതേ ഞാൻ മേടിച്ചു കൊണ്ടുവരുന്നത് കളമ്പാട്ടിൻ്റെ ഇടയിൽ നമ്മൾ കനലൊക്കെ കത്തിക്കും. അപ്പോൾ അതിലിടാനുള്ള നെയ്യിൽ കുതിർത്തിട്ടുള്ള എള്ള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും പോയി അത് മേടിച്ച് നമ്മുടെ കളം ചുറ്റി വലം വെച്ചിട്ട് അതിലിടാൻ കേട്ടോ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി തോറ്റമ്പാട്ടിൻ്റെ വിശേഷങ്ങളും അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.